വമ്പൻ തുടക്കവും ബാങ്കുകളുടെ വിശ്വാസവും. കഥ തുടങ്ങുന്നത് ഗുജറാത്തിലാണ്. 1985 സ്ഥാപിതമായ ABG ഷിപ്പ്യാർഡ് എന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കപ്പൽ നിർമ്മാണശാലകളിൽ ഒന്നായി വളർന്നു. അന്താരാഷ്ട്ര തലത്തിൽ വരെ കപ്പലുകൾ നിർമ്മിച്ചു നൽകി അവർ വലിയ പേരെടുത്തു. കമ്പനിയുടെ വളർച്ച കണ്ട് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾക്ക് അവരിൽ വലിയ വിശ്വാസമായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI തുടങ്ങി 28 ബാങ്കുകൾ ചേർന്ന് ഒരു സഖ്യം രൂപീകരിച്ചു. ഈ കമ്പനിക്ക് വൻതോതിൽ വായ്പകൾ നൽകാൻ തുടങ്ങി. കപ്പൽ നിർമ്മാണത്തിനുള്ള പണം എന്ന വ്യാജേന ആയിരക്കണക്കിന് കോടി രൂപ ബാങ്കുകൾ ABG ഷിപ്പ്യാർഡിന് കൈമാറി. വഴിതിരിച്ചുവിട്ട കോടികൾ. എന്നാൽ 2012 ശേഷം ആഗോളതലത്തിൽ കപ്പൽ വ്യവസായത്തിൽ വലിയൊരു തകർച്ചയുണ്ടായി. ABG ഷിപ്പ്യാർഡിന് ബിസിനസ് കുറഞ്ഞു. ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. പക്ഷേ യഥാർത്ഥ ഞെട്ടൽ അതല്ലായിരുന്നു. ബാങ്കുകളിൽ നിന്ന് കപ്പൽ നിർമ്മിക്കാൻ വാങ്ങിയ പണം അവർ അതിനായിട്ടല്ല ഉപയോഗിച്ചത്. കമ്പനി ഉടമകൾ വിദേശത്തും സ്വദേശത്തുമായി തങ്ങളുടെ തന്നെ പേരിലുള്ള 100-ലധികം വ്യാജ കമ്പനികൾ ഉണ്ടാക്കിയിരുന്നു. ബാങ്കിൽ നിന്ന് കിട്ടുന്ന പണം ഈ വ്യാജ കമ്പനികളിലേക്ക് മാറ്റി അവിടെ നിന്ന് സിംഗപ്പൂരിലടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തി പ്രോപ്പർട്ടികൾ വാങ്ങാനും മറ്റ് ആഡംബരങ്ങൾക്കുമായി അവർ ഉപയോഗിച്ചു. അതായത് ബാങ്കിന്റെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ അവർ ബിസിനസ് തകർച്ചയെ ഒരു മറയാക്കി. തകർച്ചയും CBI അന്വേഷണവും. 2013 ഇവരുടെ വായ്പകൾ തിരിച്ചടയ്ക്കാത്ത നിഷ്ക്രിയ ആസ്തിയായി ബാങ്കുകൾ പ്രഖ്യാപിച്ചു. തുടർന്ന് ബാങ്കുകൾ നടത്തിയ ഫോറൻസിക് ഓഡിറ്റിലാണ് കോടിക്കണക്കിന് രൂപ മറ്റ് കമ്പനികളിലേക്ക് വകമാറ്റിയ വിവരം പുറത്തുവരുന്നത്. ഒടുവിൽ 22,842 കോടിയുടെ ഈ വൻ തട്ടിപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇത് നീരവ് മോദി നടത്തിയ തട്ടിപ്പിനേക്കാൾ വലുതായിരുന്നു. തുടർന്ന് CBI രംഗത്തെത്തുകയും കമ്പനിക്കും അതിന്റെ ഡയറക്ടർക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇന്ത്യൻ ബാങ്കിംഗ് ചരിത്രത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസായി ഇത് മാറി.